വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. സ്റ്റേറ്റഡ് എക്സാമിനേഷൻ നമുക്ക് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Dash involves self-awareness and control of cognitive abilities. Example, planning, reviewing and revising, etc. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് അവെയർനെസ്സും അതോടൊപ്പം എന്താണ് കൺട്രോളിങ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ടേം എന്താണെന്ന്. കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്താണെന്ന് അറിയാലോ. നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നത്, റിവൈസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കോഗ്നിറ്റീവ് സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ആ ടേം എന്ന് കണ്ടെത്തുക. സെൻട്രേഷൻ, മെറ്റാകോഗ്നീഷൻ, കോഗ്നീഷൻ, അക്കോമഡേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ട് ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? സെൻട്രേഷനും അക്കോമഡേഷനും. സെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നതാണ്. അക്കോമഡേഷനും അസിമിലേഷനും നമ്മൾ പിയാഷയുടെ തിയറിയിൽ സ്കീമയുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യമാണ്. പിന്നെ എന്താ ഉള്ളത്? മെറ്റാകോഗ്നീഷനും കോഗ്നീഷനും. അപ്പോൾ കോഗ്നീഷൻ മാത്രം വന്നു കഴിഞ്ഞാലും സെൽഫ് അവെയർനെസ്സും ഒരു ഹയർ ലെവലിലോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ഒഴിവാക്കാം? കോഗ്നീഷനും ഒഴിവാക്കാം. ഇനി കറക്റ്റായിട്ട് നമ്മൾക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ കോഗ്നിറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, ചിന്തയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ഉത്തരം വരിക? മെറ്റാ കോഗ്നീഷനാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മെറ്റാ കോഗ്നീഷനാണ്. അടുത്ത ചോദ്യം, when children think to interpret the received information according to their experiences, it is called dash. അപ്പോൾ നോക്കിക്കേ, കുട്ടികൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? അവരുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? തിങ്ക് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് പറയുന്നത് എന്ത് തരം തിങ്കിങ് ആണ്? റിഫ്ലക്റ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, കോൺക്രീറ്റ് തിങ്കിങ്. ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? അപ്പോൾ നോക്കുക, ഇവിടെ എന്ത് ടേമിനാണ് പ്രാധാന്യം? എക്സ്പീരിയൻസ്. അപ്പം നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? കോൺക്രീറ്റ് തിങ്കിങ് ആയിരിക്കും. കോൺക്രീറ്റ് തിങ്കിങ്. അപ്പോൾ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്താണ്? കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും, അറിഞ്ഞില്ലെങ്കിൽ പോലും, നേരിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിൽ പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ് നമുക്കറിയാം എന്താണ്? സർഗാത്മകമായിട്ട് ചിന്തിക്കാം. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ റിഫ്ലക്റ്റീവ് പ്രാക്ടീസൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്രിയേറ്റിവിറ്റി ഈസ് തോട്ട് ടു ബി റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ സർഗാത്മകത എന്ന് പറയുന്നത്. ഒരുപാട് തവണ ചോദ്യം ചോദിച്ചിട്ടുള്ള മേഖലയാണ്. ക്രിയേറ്റിവിറ്റി ഏത് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്. അപ്പോൾ എപ്പോഴും ക്രിയേറ്റീവായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും എന്താണ്? ഒരു പുതുമ വേണം അല്ലേ? പുതിയതായി ചിന്തിക്കുക, മറ്റുള്ളവർ ചെയ്തു വെച്ച പോലെ ചെയ്യുകയല്ല, പകരം എന്താണ്? പുതുതായിട്ട് ചിന്തിക്കും. അപ്പോൾ അത് എന്ത് തരം ചിന്തയായിരിക്കണം? അവിടെ നമ്മൾക്ക് ഡൈവേർജൻ്റ് തിങ്കിങ് ആയിരിക്കണം. ഡൈവേർജ് ചെയ്ത് വിഭിന്നമായിട്ട് നമ്മൾ ചിന്തിക്കാറില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് കൊടുക്കുന്നു. 30 കുട്ടികളും ഒരേ രീതിയിലാണോ ചെയ്തുകൊണ്ട് വരിക? 30 പേരും 30 രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഉപയോഗിക്കുന്ന എന്താണ്? അവരുടെ ഡൈവേർജൻ്റ് തിങ്കിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കൺവേർജൻറ്റ് തിങ്കിങ്. കൺവേർജൻറ്റ് തിങ്കിങ് എന്താണ്? എല്ലാവരും ഒരേപോലെ, ഒരു കാര്യത്തിൽ ഒരുപോലെ ചിന്തിക്കും. ഇപ്പോൾ നമ്മൾ വാഹനവുമായി റോഡിൽ പോകുന്ന സമയത്ത് ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെ എന്ത് ചെയ്യും? വണ്ടി സ്റ്റോപ്പ് ചെയ്യും. അല്ലാതെ അവിടെ പോയി നമുക്ക് ഡൈവേർജ് ആയിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ഉള്ളത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും ആണ്. അത് ഇത്രയേ ഉള്ളൂ. നമ്മളെന്താണ്? നമ്മൾ ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസും നമ്മൾ അക്വയർ ചെയ്ത് എടുക്കുന്ന ഇൻ്റലിജൻസും ആണ്. അത് ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം? ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അടുത്തത്, in dash thinking a child as a problem solver evaluate the truth or
ലൈക്ലിഹുഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നോക്കിക്കും, ചൈൽഡ് ആസ് എ പ്രോബ്ലം സോൾവർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ ട്രൂത്ത് അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാര്യം പറയുമ്പം അത് സത്യമാണോ അല്ലെങ്കിൽ എത്രമാത്രം സത്യമാകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ത് തരം ചിന്തയിലാണ്? ക്രിയേറ്റീവ് തിങ്കിങ്, ഈസ്തറ്റിക് തിങ്കിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്. അപ്പം നോക്കിക്കും, ഇവിടെ നമ്മൾ പ്രോബ്ലം സോൾവർ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ലിഹുഡും അല്ലെങ്കിൽ ട്രൂത്ത് മനസ്സിലാക്കുന്നത് എന്ത് തരമാണ്. അപ്പോൾ ഓപ്ഷനൊക്കെ നമ്മൾ ഓൾറെഡി പല ഇതിലും കണ്ടിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നോക്കി, ക്രിയേറ്റീവ്, ഈസ്തറ്റിക്, അബ്സ്ട്രാക്ട്, ലോജിക്കൽ. അപ്പോൾ കറക്റ്റായിട്ടൊരു കാര്യത്തിൻ്റെ സത്യം എന്തെന്ന് തേടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ലോജിക്കൽ തിങ്കിങ് എന്ന് പറയാം. അടുത്ത ചോദ്യം, the concept of intelligence quotient or IQ was developed by. അപ്പം ആരാണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് അല്ലെങ്കിൽ IQ ഡെവലപ്പ് ചെയ്തത്? പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഉത്തരം ഓടിയെത്തും. അത് തന്നെയാണോ ശരിയെന്ന് നമുക്ക് നോക്കാം. ഗാൾട്ടൺ, ബിന്നെറ്റ്, സ്റ്റേൺ, ടോമാൻ. അപ്പം നോക്കിക്കും, ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ് IQ എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ വരുന്ന ആരാണ്? വില്യം സ്റ്റേൺ ആണ്. ഇനി നമുക്ക് ബിന്നെറ്റ് എന്നുള്ള ഒരു പേര് മനസ്സിലോട്ട് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. കാരണം പിന്നീട് ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിന്നെറ്റ് സ്കെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതല്ല ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്ന എന്താണ്, ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണ്? സ്റ്റേൺ ആണ്. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.